തദ്ദേശീയമായി നിർമ്മിച്ച 2 മുൻനിര കപ്പലുകളും ഒരു അന്തർവാഹിനിയും രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസൈൽ നശീകരണ കപ്പലുകളായ INS സൂറത്ത്, സ്റ്റെൽത്ത് യുദ്ധക്കപ്പലായ INS നീലഗിരി, അന്തർവാഹിനി INS വാഗ്ഷീർ എന്നിവയാണ് കമ്മീഷൻ ചെയ്തവ. മുംബൈ നേവൽ ഡോക്യാർഡിൽ വെച്ച് സമർപ്പിച്ച മിസൈൽ നശീകരണ കപ്പലുകൾ 3 പ്രതിരോധ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലും രാജ്യത്തിന്റെ സുപ്രധാനമായ കുതിച്ചുചാട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഈ 3 മുൻനിര പോരാളികളും രാജ്യത്തിന് അഭിമാനമാണ്. ഇന്നത്തെ ഇന്ത്യ ലോകത്തിലെ ഒരു പ്രധാന നാവിക ശക്തിയായി ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സമുദ്ര പൈതൃകത്തിന് വലിയ ദിവസമാണിതെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഛത്രപതി ശിവജി മഹാരാജിന്റെ നാവികസേനയെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെക്കുറിച്ചും അനുസ്മരിച്ചു. 7400 ടൺ കേവ് ഭാരമുള്ള കപ്പലാണ് സൂറത്ത്. നീലഗിരിക്ക് 6670 ടൺ ഭാരമാണുള്ളത്. ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വാഗ്ഷീറിന് 1600 ടണ്ണാണ് ഭാരം. ഇവ 3 അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ്. മുംബൈയിലെ മസഗോൺ ടോക്സ് ലിമിറ്റഡ് ആണ് യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചത്. ഇവ ഡിസംബറിൽ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു. 2030 ആകുമ്പോഴേക്കും 155 മുതൽ 160 വരെ യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത്. സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടുമെന്നാണ് കണക്കുകൂട്ടുന്നത്. നിലവിൽ 130 യുദ്ധക്കപ്പലുകളും 251 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയ്ക്കുള്ളത്.